മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി. MS ബാബുരാജ് മാസ്റ്ററുടെ ഹിറ്റ്സ് റൗണ്ടില് നമ്മുടെ ഇവിടുത്തെ ഒരു മെയിൻ വില്ലൻ നമ്മുടെ ദേവതീർത്ത് എത്തുന്നു. വെൽക്കം ദേവതീർത്ത് ഓൺ സ്റ്റേജ്. ഇപ്പൊ മീനൂട്ടി തൊഴിച്ച് കളയുന്ന ഓടിയാ ഈ ഫുട്ബോളൊക്കെ അടിക്കാൻ വരികയല്ലേ? ഫുട്ബോൾ ആരാധകൻ കണ്ടോടാ ബിന്നിയാന്റി പറഞ്ഞത് അവൻ ആ രീതിയിലാണ് ഓടി വന്നത്. മൈതാനത്ത് എങ്ങനെയായിരിക്കും ഒന്ന് കാണാൻ തിരിച്ചു പോകും. അതെ മീനൂട്ടി മാറിയല്ല, വെറുതെ വായുവിൽ അവിടെ ഒരു ബോൾ ഉണ്ടെന്ന് സങ്കല്പിച്ച് മീനൂട്ടി ബോളാണെന്ന് വെച്ചോ. റൊണാൾഡോ CR7 വരുന്നുണ്ട്. അതൊക്കെ ഇരിക്കട്ടെ. ഏത് പാട്ടാ? അന്ന് നിന്റെ നുണക്കുഴി. ദേവ് ജൂനിയർ ഈസ് ഗോയിങ് ടു സിംഗ് അന്ന് നിന്റെ നുണക്കുഴി. പിന്നെ പൊട്ടുകുത്താൻ അറിയത്തില്ല, കണ്ണെഴുതാൻ അറിയത്തില്ല, എട്ടും പൊട്ടും തിരിയാത്ത പാവാടക്കാരിയായിരുന്നു അല്ലേ? ഒരു തൊട്ടാവാടി. സിനിമ പരീക്ഷ. മ്യൂസിക് ബാബുരാജ് സാറ്, ലിറിക്സ് ഭാസ്കര മാസ്റ്റർ സാറ്, പാടിയത് KJ യേശുദാസ് സാറ്. വർഷം 1967. നല്ല ഫീല് വേണം പാടുമ്പോഴേ കേട്ടോ. ഓക്കെ, പിന്നെ ഒരു കാര്യം പറയാം. എന്റെ കൂടെ കാണാൻ വന്ന സജീവ് മാമനും, പിന്നെ സജീവ് മാമന്റെ ഭാര്യ, പിന്നെ സജീവ് മാമന്റെ മോള് ലച്ചു. ഹായ് ലച്ചു. ഹായ് സജീവ് മാമ. ഹായ്. സജീവ് മാമനെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു കോളേജിൽ പഠിക്കുന്ന ഏതോ പയ്യനാണ്. അത് സത്യം, സുന്ദരനായ സജീവ് മാമൻ. അപ്പം ദേവ് ജൂനിയർ എന്തോ നമുക്ക് തുടങ്ങിയാലോ? ഇതുണ്ടോ ഇന്ന്? ഇല്ല, നിർത്തി. പറ്റാത്തായിട്ടൊന്നുമില്ല, ട്രൈ ചെയ്യണം. എനിക്കുള്ള സംശയം, അന്ന് നിന്റെ മിഴിയാകും മലർപ്പൊയ്കയിൽ അവിടെ ഒരു സംശയം. നോക്കാം നമുക്ക്, നോക്കാന്നേ. ഓക്കെ മോനെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അന്ന്
ദേവ് ജൂനിയർ എന്തോ ഇങ്ങനെ പാടി കൊള്ളാം. എനിക്ക് കൊള്ളത്തില്ല. മോന്റെ കയ്യിൽ നിന്ന് ഇങ്ങനത്തെ ഒരു എന്താണ് റെൻഡിഷൻ അങ്കിള് പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് കൊള്ളത്തില്ലെന്ന്. ഉള്ള സത്യം ഇങ്ങനെ തുറന്നു പറയുകയാണ് ഞാൻ. മോൻ്റെ അടുത്ത് ചോദിച്ചാൽ മോൻ തുറന്നു പറഞ്ഞില്ലേ, അതുപോലെ തന്നെ അങ്കിളും അങ്ങ് തുറന്നു, മനസ്സ് തുറന്നു. കാരണം പല്ലവി മൊത്തം ഓട്ടമായിരുന്നു. അതായത് അന്ന് നിന്റെ നുണക്കുഴി തെളിഞ്ഞിട്ടില്ല, അന്ന് നിന്റെ ആ കറക്റ്റ് മീറ്റർ കിടന്നാലേ പറ്റത്തുള്ളൂ. മോൻ സ്പുട്നിക്ക് പോലെ ഓടുമായിരുന്നു. അവിടെ ഇവിടെയൊക്കെ ഓട്ടം വലിച്ചിലും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് അവിടെ തുടങ്ങി ചുമന്നിട്ടില്ല, അവിടെ ഒരു സാധനം ഇട്ടു. അത് കഴിഞ്ഞ് തുടരെ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടെ, എന്ത് പറ്റിയതാണ് ഇതുവരെ ഇങ്ങനെ ഉണ്ടായിട്ടില്ല. എന്തോ ഒരു വിഴുങ്ങല് ആ അതാണ് ആ വിഴുങ്ങൽ. എന്തുകൊണ്ടാണ് അത് എന്താണെന്ന് അറിയത്തില്ല. ഡ്രൈ ആയി പോയി. പിന്നെ കൺമുനയിൽ ഇന്ന് കാണും കവിതയില്ല എന്നുള്ളതിന്റെ സംഗതി അതെങ്ങനെയായിരുന്നു? അവിടെ മോൻ ആ സംഗതി വേറെന്തൊക്കെയോ പാടി. പിന്നെ പാവാട മാരി പൂവാടയായിപ്പോയി. അങ്ങനെയൊക്കെയുള്ള കുറെ പ്രശ്നമുണ്ട്. പിന്നെ എങ്ങനെയാണ് നന്നായി പാടി എന്ന് പറയുന്നത്? തോന്നിയില്ലേ? നിന്റെ അഭിപ്രായം എന്താ? അവന് തോന്നിയില്ല. ഇത്രയും ഈ ഗ്ലുമ്മും ഇതൊക്കെ പോയിട്ട് ഒന്നും തോന്നിയില്ല. അപ്പൊ അങ്ങനായി. അപ്പം ദേവ് ജൂനിയർ തുടക്കത്തിൽ വെച്ച് കത്തിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഇതിനിടയിൽ ചെറിയ പ്രശ്നങ്ങൾ കടന്നുകൂടി. അത് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പിണക്കമൊക്കെ ആയപ്പം കഴിഞ്ഞ തവണ 97 ആയി. ഇത്തവണ എന്താവുമെന്ന് കണ്ടറിയാം. ഇങ്ങനെ പോയാൽ പ്രശ്നം. അതുകൊണ്ട് അതൊക്കെ കളഞ്ഞിട്ട് പാട്ട് നല്ല വൃത്തിയായിട്ട് ഒന്ന് പാടണം. കാരണം ദേവ് ജൂനിയർ എന്ന് പറഞ്ഞാൽ ദേവക്കുട്ടന് നന്നായിട്ട് പാടാനറിയാം, അസലായിട്ട് പാടും. നീ വേണം ഇങ്ങനെ ആക്കിക്കോ, പ്രശ്നമില്ല. അങ്ങനെ ആക്കിയാലും ഒരു പ്രശ്നമില്ല. പക്ഷെ നന്നായിട്ട് ഒന്ന് പാടാൻ നോക്കണം. കാരണം ഈ ഒരു വേദി എന്ന് പറയുന്നത് കിട്ടാൻ മോഹിക്കുകയാണ് ഓരോ കുട്ടികൾ. ശ്രദ്ധിക്കുക, സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി.